ബംഗളൂരു കഫേ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നടത്തിയ റെയ്ഡിന്റെ കൂടുതൽ വിവരങ്ങൾ NIA പുറത്തുവിട്ടു. കഫേ സ്ഫോടനത്തിലെ മുഖ്യപ്രതികളെ നിയന്ത്രിച്ചത് വിദേശത്തു നിന്നാണ് NIA. 4 സംസ്ഥാനങ്ങളിലായി 11 റെയ്ഡ് നടത്തിയത്. നിർണായക വിവരങ്ങളാണ് പുറത്തുവരുന്നത്. KB ശ്രീധരനുണ്ട് വിശദാംശങ്ങളുമായി. ശ്രീധരൻ, ലഷ്കർ-ഇ-തോയ്ബ ഗൂഢാലോചന കേസിൽ ഉൾപ്പെട്ട ആളുകളുടെ വീടുകളിലും റെയ്ഡ് നടത്തി എന്നതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ബംഗളൂരു രാമേശ്വരം കഫേ സ്ഫോടനത്തിന് അന്താരാഷ്ട്ര ബന്ധങ്ങൾ ഉണ്ടോ എന്ന സംശയമാണ് ഇപ്പോൾ ഏതായാലും ഉയരുന്നത്. വിദേശത്ത് നിന്നാണ് ഈ പ്രതികളെ നിയന്ത്രിച്ചത് എന്നുള്ള വിവരം NIA പറയുന്നു. ഇതുകൂടാതെ 4 സംസ്ഥാനങ്ങളിലായി 11 ഇന്ന് റെയ്ഡ് നടത്തിയത്. ഡിജിറ്റൽ തെളിവുകൾ അതുപോലെ തന്നെ നിർണായക രേഖകളൊക്കെ ഇതിൽ എടുത്തിട്ടുണ്ട്. 2012 ലഷ്കർ-ഇ-തോയ്ബ ഗൂഢാലോചന കേസിൽ ഉൾപ്പെട്ട 2 പേരുടെ വീടുകളിലും ഇന്ന് റെയ്ഡ് നടത്തി. ഇവർക്ക് രാമേശ്വരം കഫേ സ്ഫോടനവുമായി ബന്ധമുണ്ട് എന്നാണ് വിവരം. ഏതായാലും ആന്ധ്രാപ്രദേശിൽ നിന്ന് ഒരാളെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇതോടൊപ്പം തന്നെ കോയമ്പത്തൂരിൽ 2 ഡോക്ടർമാരുടെ വീടുകളിലും റെയ്ഡ് നടത്തിയിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2008 ബാംഗ്ലൂർ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടികയിലുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ജയിലിൽ കഴിയുന്ന മലയാളി കൂടിയായിട്ടുള്ള തടിയന്റെ നസീറിന് ഈ കേസുമായി അല്ലെങ്കിൽ ഇതിന്റെ ഗൂഢാലോചനയുമായി ബന്ധമുണ്ട് എന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ബംഗളൂരു ഉൾപ്പെടെ ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ സ്ഫോടനം നടത്താൻ അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഗൂഢാലോചന ജയിലിൽ വെച്ച് നടന്നു എന്നുള്ള ഒരു സംശയം നേരത്തെ തന്നെ NIA പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം അറസ്റ്റിലായ 5 പേരെ, അതായത് തടിയന്റെ നസീറാണ് തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ള വിവരം കൂടി NIA പുറത്തുവിട്ടിരുന്നു. ഏതായാലും ഈ വിശദമായിട്ടുള്ള റെയ്ഡ് തന്നെയാണ് ഇപ്പോൾ സ്ഫോടനത്തിൽ നടക്കുന്നത്. ഈ സ്ഫോടനം നേരിട്ട് നടത്തിയ ആളും അതുപോലെ തന്നെ ഗൂഢാലോചന കേസിൽ ഉൾപ്പെടെ ആളുകളെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അറസ്റ്റ് ചെയ്തിരുന്നു. ഏതായാലും ബംഗളൂരു രാമേശ്വരം കഫേ സ്ഫോടനത്തിന് വിദേശ ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള ഒരു സംശയത്തിൽ തന്നെയാണ് ഇപ്പോൾ പരിശോധനകളെല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത്.